السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على محمد وعلى آل محمد. أما بعد فاتقوا الله عباد الله. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിയാദുസ്സാലിഹീനിൽ വളരെ ഗൗരവതരമായ പാപങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഭവിഷ്യത്തുകളെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള ഖുർആനിക സൂക്തങ്ങളും ഹദീസുകളുമാണ് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങിവെച്ച ഒരു അധ്യായമാണ് ഒരു മുസ്ലിമായ മനുഷ്യനെ അന്യായമായി ചീത്ത വിളിക്കുക എന്നുള്ളത് വളരെ നിഷിദ്ധമായ സംഗതിയാണെന്നും അതിനുപോൽബലകമായി സൂറത്തുൽ അഹ്സാബിലെ 58-ാമത്തെ സൂക്തം നമ്മൾ മനസ്സിലാക്കി. തുടർന്നുകൊണ്ട് 2 ഹദീസുകളും നമ്മൾ കേട്ടുകഴിഞ്ഞു. മൂന്നാമത്തെ ഹദീസാണ് വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു أن رسول الله صلى الله عليه وسلم قال المستبان ما قال فعلى البادي منهما حتى يعتدي المظلوم رواه مسلم رحمه الله. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു. എന്താ പറഞ്ഞത്? അൽ മുസ്തബ്ബാനി, പരസ്പരം ചീത്ത വിളിക്കുന്ന 2 പേർ. ഇസ്തബ്ബ, സബ്ബ, ചീത്ത വിളിച്ചു. ഇസ്തബ്ബ, അൽ മുസ്തബ്, അൽ മുസ്തബ്ബാനി, പരസ്പരം ശകാരിക്കുന്ന, ചീത്ത വിളിക്കുന്ന 2 ആളുകൾ. അതായത് മാ ഖാല, അവർ 2 ആളും പറഞ്ഞത്, പരസ്പരം ചീത്ത വിളിക്കുമ്പോൾ 2 ആളും പറഞ്ഞ കാര്യം. ഫഅലൽ ബാദി മിൻഹുമാ ഹത്താ യഅ്തദിയൽ മദ്ലൂം. ഫഅലൽ ബാദി മിൻഹുമാ, അവരിൽ 2 ആളിൽ നിന്നും ആരാണോ ചീത്ത വിളിക്ക് തുടക്കം കുറിച്ചതെങ്കിൽ അവൻ്റെ മേലാകുന്നു. 2 ആളും പറഞ്ഞതിൻ്റെ പാപം തുടക്കക്കാരൻ്റെ മേലാകുന്നു. ഹത്താ യഅ്തദിയൽ മദ്ലൂമു, ഇവിടെ ളുൽമിന് ഇരയായ അഥവാ പീഡിപ്പിക്കപ്പെട്ടവനായ, മർദ്ദിതനായ ആൾ അതിര് കവിയുന്നത് വരെ അങ്ങനെ തന്നെയായിരിക്കും അതിൻ്റെ അവസ്ഥ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണിത്. എന്താണ് ഇതിൽ പറയുന്നത് എന്ന് വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഗൗരവം പറയണം. അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞത്, പരസ്പരം ചീത്ത വിളിക്കുന്ന 2 ആളുകൾ സമൂഹത്തിലുണ്ടാകും. ഒരാൾ ചീത്ത വിളിച്ച് ആരംഭിക്കും. അപ്പോൾ അത് കാരണമായി കേട്ടവൻ എന്തു ചെയ്യും? ചീത്ത വിളിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നമ്മൾ മുമ്പ് പഠിച്ചു. കാരണം കൊണ്ട് തന്നെ വേറൊരാൾക്ക് കുറ്റക്കാരനായി മാറുന്നത്. നിങ്ങളിൽ ഒരാളും തൻ്റെ മാതാപിതാക്കളെ ശപിക്കരുത്, മാതാപിതാക്കളെ ശപിച്ചവന് അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകും എന്നൊക്കെയുള്ള ഹദീസുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞതാണ്. ലഅനല്ലാഹു മൻ ലഅന വാലിദൈഹി, തൻ്റെ മാതാപിതാക്കളെ ശപിച്ചവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അവിടെ സ്വഹാബത്ത് ചോദിച്ചല്ലോ, എങ്ങനെയാണ് നബിയെ ഒരാൾ തൻ്റെ മാതാപിതാക്കളെ ശപിക്കൽ? അങ്ങനെ ചെയ്യൂലല്ലോ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞത് ഇതുമായി നമ്മൾ ചേർത്ത് മനസ്സിലാക്കണം. കാരണത്താൽ ശിക്ഷിക്കപ്പെടും എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഞാനിത് പറയുന്നത്. അവിടെ എങ്ങനെയാണ് സ്വന്തം മാതാപിതാക്കളെ നേരിട്ട് ശപിക്കലിന് പുറമെ അല്ലാതെ തന്നെ സ്വന്തം മാതാപിതാക്കളെ ശപിക്കൽ വന്നു ചേരും? എപ്രകാരം? റസൂലുള്ള വിവരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം,
യസുബ്ബു അബർ റജുലി, ഒരാൾ മറ്റൊരാളുടെ പിതാവിനെ ചീത്ത വിളിക്കുന്നു. ഫയസുബ്ബു അബാഹു, അത് കേട്ടിട്ട് രോഷാകുലനായി അത് കേട്ട വ്യക്തി ഈ പറഞ്ഞ വ്യക്തിയുടെ ബാപ്പാക്ക് വിളിക്കുന്നു, ബാപ്പയെ ചീത്ത വിളിക്കുന്നു. വയസുബ്ബു ഉമ്മഹു, ഒരാൾ മറ്റൊരാളുടെ ഉമ്മാക്ക് ചീത്ത പറയുന്നു, ഉമ്മയെ ചീത്ത പറയുന്നു. ഫയസുബ്ബു ഉമ്മഹു, അപ്പോൾ അത് കാരണമായി ആ വ്യക്തി ഇവൻ്റെ ഉമ്മയെ ചീത്ത പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഞാൻ ഒരാളുടെ മാതാപിതാക്കളെ ചീത്ത പറഞ്ഞാൽ ഞാൻ എൻ്റെ മാതാപിതാക്കളെ ചീത്ത പറയൽ തന്നെയാണ് നല്ല. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മറ്റൊരാളുടെ മാതാപിതാക്കളെ ചീത്ത പറഞ്ഞാൽ എൻ്റെ മാതാപിതാക്കളെ ചീത്ത പറയലായി. എന്തുകൊണ്ടാണ് അങ്ങനെ അർത്ഥം വന്നത്? അവിടെ ഞാൻ കാരണമായിട്ടാണ് ഇപ്പം അങ്ങനെ വന്നത്, അവൻ പറയേണ്ടി വന്നത്. അപ്പം അതിൻ്റെയും കൂടെ ശിക്ഷ എനിക്കായി എന്നുള്ളതല്ലേ? ഇതേപോലെ നിങ്ങൾ നോക്കൂ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് രണ്ടാളുകൾ പരസ്പരം ശണ്ട കൂടി. സ്വാഭാവികമായും ഇന്ന് സമൂഹത്തിൽ കാണുന്ന കാര്യമാണ്. എത്രത്തോളം നമ്മളെല്ലാവരും അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വശം. രണ്ടാളുകൾ തമ്മിൽ സംസാരം ഇങ്ങനെ മൂത്ത് വഴക്കായി വക്കാണമായി പരസ്പരം തെറിവിളി ആയിക്കഴിഞ്ഞാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞതെന്താണ്? ഒരാളും മറ്റൊരാളെ തെറി വിളിക്കാനോ ചീത്ത വിളിക്കാനോ പാടില്ല. അത് ഫാസിഖായി പോകുന്ന കാര്യമാണ്, വളരെ ഗൗരവതരമായ കാര്യമാണ്. സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ, അത് തെമ്മാടിത്തമാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഹദീസിൽ കേട്ടു. അപ്പം ഇങ്ങനെ ഈ ഒരവസ്ഥ രണ്ടാളുകൾ തമ്മിൽ പരസ്പരം തുടങ്ങിയാൽ ഇനി ശ്രദ്ധിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ? പരസ്പരം ശകാരിക്കുന്ന രണ്ട് പേർ, അതായത് മാ ഖാല, അവർ രണ്ടാളും പറഞ്ഞതിൻ്റെ കുറ്റം ആർക്കാണ്? ഫഅലൽ ബാദി മിൻഹുമാ, ആ രണ്ടാളിൽ നിന്ന് ആരാണോ ചീത്ത വിളിക്കാൻ ആരംഭിച്ചത് അവൻ്റെ മേലായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്താ അവിടെ കാരണം ഉണ്ടായത്? അവൻ ഇങ്ങോട്ട് ചീത്ത പറയാൻ എന്താ കാരണം? ഇവൻ തുടങ്ങി വെച്ചു. ഇപ്പൊ തുടങ്ങി വെച്ചവന് അതിൻ്റെ ആ ശിക്ഷ, അവൻ്റെ ശിക്ഷയും കൂടി ഉണ്ടാവുമെന്ന്. അപ്പൊ അവന് ശിക്ഷ ഉണ്ടോ? അവന് ശിക്ഷ ഉണ്ടാവൂല. ഏതുവരെ? അതാണ് ഹദീസിന്റെ അടുത്ത വാചകം, ശരിക്കും മനസ്സിലാക്കണം. ഹത്താ യഅ്തദിയൽ മദ്ലൂം, മർദ്ദിതനായ മനുഷ്യൻ അതിര് കവിയുന്നത് വരെ അവൻ കുറ്റക്കാരനാവില്ല. ഞാനൊരാളെ ചീത്ത പറഞ്ഞാൽ അതേപോലെ തിരിച്ചു പറയുവാൻ അയാൾക്ക് റൈറ്റ് ഉണ്ട്. അതേപോലെ എന്ന് പറഞ്ഞാൽ എല്ലൊന്നും പറയാൻ പറ്റൂല, എല്ലൊന്നും പറയാൻ പാടില്ല. നമ്മൾ ഒരാള് നമ്മളെ ഒരാൾ വ്യഭിചാരി എന്ന് വിളിച്ചു, നീയാ വ്യഭിചാരി എന്ന് പറയാം, അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനത്തതൊക്കെ പറയാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്, അതൊന്നും തിരിച്ചു പറയാൻ പാടില്ല, അവൻ പറഞ്ഞോട്ടെ എന്ന് വെക്കാനേ പറ്റുള്ളൂ. അതേ അവസരത്തിൽ മറ്റ് ചില കാര്യങ്ങൾ, ഇപ്പം നീ പിശുക്കനാണ്, അപ്പം ചിലപ്പോൾ അത് കേൾക്കുന്ന ഒരാൾ ക്ഷമിക്കുകയും വിട്ടുകൊടുക്കുകയും മൗനം പാലിച്ച് സഹനം അവലംബിക്കുകയൊക്കെ തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠം. പക്ഷേ വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹാ, തിന്മയ്ക്ക് തത്തുല്യമായ നിലക്ക് പകരം പറയൽ അനുവദിക്കപ്പെട്ടൊരു കാര്യമാണ്. അത് മാനുഷികമായ ഒരു വികാരമാണത്. എന്നാൽ അവിടെ തന്നെ അള്ളാഹ് പറഞ്ഞു ഫമൻ അഫാ, ആരെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല സ്വഭാവം, നല്ല വ്യക്തികളുടെ അടയാളം അതാണ്. അപ്പം അനുവദിക്കപ്പെട്ട ഒരു പരിധിയുണ്ട്. ആ പരിധി ഈ ആള് വിട്ടുകിടക്കാൻ പാടില്ല. അതിന് പണ്ഡിതന്മാർ ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം രണ്ട് കാരണങ്ങളാൽ വിട്ടുകിടക്കലുണ്ടാകും. ഒന്ന്, അയാൾ പറഞ്ഞതിൻ്റെ ഇരട്ടിയായിട്ട് പറയാം. ഇപ്പോൾ ഒരാൾ ഉദാഹരണമായിട്ട് നീ ഭയങ്കര പിശുക്കനാണടാ എന്നൊരാൾ നമ്മളോട് പറഞ്ഞു. അപ്പം നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാമെന്ത്? അൻതൽ ബഖീൽ, നീയാണ് പിശുക്കൻ എന്ന് പറയാം. അതിനിപ്പോൾ ഞാൻ കുറ്റക്കാരനാവില്ല, കാരണം അയാൾ തുടങ്ങി വെച്ചു, അതുകൊണ്ട് ആ കാരണത്താൽ എനിക്കത് പറയേണ്ടി വന്നു. അതേ അവസരത്തിൽ ഞാൻ മാപ്പാക്കി ഞാൻ മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഞാനാണ് ഉന്നതൻ, എനിക്ക് ശ്രേഷ്ഠതയുണ്ട്. എന്നാൽ ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ ആ പറഞ്ഞതിൻ്റെ കുറച്ച് ഇരട്ടിയാണ് കൂട്ടി പറഞ്ഞു. എന്തു പറഞ്ഞു? ഈ പിശുക്കനാണ് എന്ന് പറഞ്ഞപ്പോൾ നീയാനടാ പിശുക്കൻ, നിന്റെ ബാപ്പിയാണ് പിശുക്കൻ, നിന്റെ ഉമ്മയാണ് പിശുക്കത്തി, നിന്റെ മറ്റുള്ളവരുമാണ് പിശുക്കന്മാരെന്ന് ഏറിയാണ് പറഞ്ഞു. അത് എഴുത്തിത ആണ്. അത് അയാളുടെ റൈറ്റിൽ അപ്പുറം അയാൾ പ്രയോഗിക്കലാണ്.
അയാൾക്ക് പറയാൻ പാടില്ലാത്ത മേഖലയിൽ കടന്ന് സംസാരിക്കലാണത്. അങ്ങനെയാണ് അയാൾ ചെയ്യുന്നതെങ്കിൽ അയാൾക്കും കനത്ത ശിക്ഷ ഉണ്ടാകും. അതല്ല, ഇങ്ങോട്ട് വിളിച്ചൊരു ചീത്തക്ക് സമാനമായ നിലക്ക്, മാന്യമായ നിലക്ക് അതേ അളവിൽ മാത്രം പറഞ്ഞു എങ്കിൽ രണ്ടാൾ പറഞ്ഞതിൻ്റെയും കൂടി കുറ്റം വാസ്തവത്തിൽ ആർക്കാണുണ്ടാവുക? തുടങ്ങിയവനാണുണ്ടാവുക. ഏതുവരെ? ഈ ചീത്ത കേട്ട വ്യക്തി മറുപടി പറയുമ്പോൾ അതിര് കവിയാത്തിടത്തോളം കാലം. അപ്പൊ സഹോദരങ്ങളെ, ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ശകാര വാക്കുകൾ പറയുക, ചീത്ത വാക്കുകൾ പറയുക എന്നുള്ളത് തുടങ്ങുന്നത് തന്നെ വലിയ ഗുരുതരമായ പാതകമായിട്ട് മാറും. അതിന് തുടക്കക്കാരനാവരുത്. നമ്മളൊരിക്കലും മിഫ്താഹു ഷർറുകളാവരുത്, മിഫ്താഹുൽ ഖൈറുകളാവണം എന്നാണല്ലോ ഇസ്ലാമിൻ്റെ നിയമം. നമ്മൾ നന്മയുടെ താക്കോലുകളെ ആകാവൂ. നമ്മളിത് പറഞ്ഞാൽ പിന്നെ അയിമ നിൽക്കൂല. നമ്മൾ ആ പറഞ്ഞ കാരണത്താൽ പിന്നെ ശണ്ട മൂത്ത് ഞാൻ 1 പറഞ്ഞു, അയാൾ 2 പറഞ്ഞു, അയാൾ 2 പറഞ്ഞപ്പോൾ ഞാൻ 4 പറഞ്ഞു, ഞാൻ 4 പറഞ്ഞപ്പോൾ അയാൾ 8 പറഞ്ഞു. ഇങ്ങനെ ശൈത്താൻ പിന്നെ എന്താകും? ഇടപെട്ട് അതങ്ങനെ മൂർച്ച കൂട്ടി അവർക്കിടയിൽ വളരെ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. അപ്പം അതിന് കാരണക്കാരാവാൻ നിൽക്കരുത്. അപ്പം അത്രത്തോളം ഗുരുതരമാണ് ചീത്ത വിളിക്കുക എന്നുള്ളത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? അൽ മുസ്തബ്ബാനി ശൈത്താനാനി എന്നൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അൽ മുസ്തബ്ബാനി ശൈത്താനാനി, പരസ്പരം ചീത്ത പറയുന്ന 2 ആളുകൾ. ഇവന് അങ്ങോട്ടും പറയണു, അങ്ങോട്ടും പറയണു, നിൽക്കണില്ല. അതങ്ങനെ കൂടി പോവന്നെയാണെങ്കിൽ അങ്ങനെ ചീത്ത പരസ്പരം വിളിച്ച് ചീത്ത പറയുന്നവർ ശൈത്താനാനി, 2 ആളും ശൈത്താന്മാരാണ്. 2 ആളും ശൈത്താന്മാരാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് യതഹാത്തറാനി എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ 2 ആളും ബാത്തിലിന് വേണ്ടി ഇങ്ങനെ തർക്കിക്കും. ശൈത്താന്റെ പണി ഏതാണല്ലോ, ഒരാവശ്യമില്ലാത്ത കാര്യത്തിനുള്ള തർക്കമാണ്, കുതർക്കമാണ് യതഹാത്തറാനി എന്ന് പറഞ്ഞാൽ. യതകാദബാനി, ഓരോരുത്തരും മറ്റവനെ കളവാക്കുകയും ചെയ്യും. ഇയാണ് ചെയ്തത്, അപ്പം ഞാൻ ചെയ്തിട്ടില്ലടാ, നിൻ്റെതാണത്, അത് നിൻ്റെ സ്വഭാവമായിരിക്കും, അല്ലടാ നിൻ്റെ സ്വഭാവമായിരിക്കും എന്നിങ്ങനെ പറഞ്ഞ് പരസ്പരം ഒരാൾ മറ്റേ ആളെ കള്ളനാക്കും, അപ്പുറത്തേക്ക് ഇങ്ങോട്ട് കള്ളനാക്കും. ഈ വിധത്തിലൊക്കെയുള്ള കാര്യങ്ങൾക്ക് നിമിത്തമായി മാറുന്നതാണ് എന്ത്? പരസ്പരമുള്ള ചീത്ത വിളിക്കൽ. അതുകൊണ്ട് അത് വളരെ ഗുരുതരമാണ്. വിശ്വാസികളെ, നിങ്ങളിൽ അത് ഉണ്ടാവരുത്, നിങ്ങൾ അതിന് തുടക്കക്കാരാവരുത്. അഥവാ വല്ലവനും അങ്ങനെ തുടങ്ങി ഗതികെട്ട ഒരവസരത്തിൽ തിരിച്ച് അത്രമാത്രം പറഞ്ഞാൽ നിങ്ങൾ കുറ്റക്കാരനാവില്ല. അതേ അവസരത്തിൽ നിങ്ങളും ആ പറഞ്ഞതിൻ്റെ ഇരട്ടി അങ്ങോട്ട് കൂടുതൽ അതിര് കവിഞ്ഞു പറഞ്ഞാൽ നിങ്ങളും ശിക്ഷിക്കപ്പെടും. അതല്ലാത്തിടത്തോളം തുടങ്ങിയവർക്കായിരിക്കും 2 ആൾ പറഞ്ഞതിൻ്റെയും ശിക്ഷയുണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇത് ശൈത്താൻ ഇതിൻ്റെ പിന്നാലെ കൂടും എന്നുള്ളതിൻ്റെ തെളിവാണ്. ഒരാളൊരു ചീത്ത വിളിച്ചാൽ ആ ചീത്ത വിളിച്ച് പകരം അതിന് തുല്യമായത് പറഞ്ഞാൽ പോലും അപ്പുറത്തുള്ളവൻ പിന്നെയും പറയും. അതങ്ങനെ ശൈത്താൻ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ മുസ്തബ്ബാനി, പരസ്പരം ചീത്ത പറയുന്നവർ 2 ആൾ ശൈത്താന്മാരാണ്. കാരണം ശൈത്താൻ പിന്നെ വല്ലാത്ത ഹരം കൊള്ളിച്ച് അതങ്ങട്ട് മൂത്ത് അങ്ങനെയാണല്ലോ സമൂഹത്തിൽ തർക്കങ്ങളും വിതർക്കങ്ങളും ഒക്കെ ഉണ്ടായി അവസാനം കൊലപാതകത്തിൽ വരെ എങ്ങോട്ട് എത്തും. നിസ്സാരമായൊരു കാര്യം കൊണ്ട് തുടങ്ങിയതായിരിക്കും. ഇവിടെ ശൈത്താൻ അതങ്ങട്ട് മൂപ്പിച്ചിട്ട് അങ്ങനെ ബാത്തിലിന് വേണ്ടിയാണ്ട് തർക്കിപ്പിച്ച് ഒരാവശ്യവുമില്ലാതെ അവസാനം എന്തായിരിക്കും സംഭവം എന്ന് ചോദിച്ചാൽ നിസ്സാര കാരണമായിരിക്കും തുടക്കം. അതുകൊണ്ട് വളരെ ഗൗരവമാണ് വിഷയം. ചീത്ത പറയാൻ ആരംഭിക്കരുത്. അത് ആരംഭിച്ചാൽ അത് ചില്ലറ കാര്യങ്ങൾ കൊണ്ടൊന്നും അടങ്ങൂല, വലിയ ഗുരുതരമായ ഭവിഷ്യത്തിലേക്ക് എത്തും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ ഹദീസ് ഒന്നുകൂടി നിങ്ങളെ കേൾപ്പിക്കുന്നു. അൽ മുസ്തബ്ബാനി, പരസ്പരം ചീത്ത പറയുന്ന 2 ആളുകൾ. മാ ഖാല, അവർ 2 ആളും പറഞ്ഞതിൻ്റെ കുറ്റം ഫഅലൽ ബാദി മിൻഹുമാ, അവ 2 ആളിൽ നിന്ന് തുടക്കക്കാരൻ ആരാണോ അവൻ്റെ മേലായിരിക്കും. ഹത്താ യഅ്തദിയൽ മദ്ലൂം, ചീത്തക്ക് ഇരയായ മർദ്ദിതനായ ഈ ആക്രമിക്കപ്പെട്ട മനുഷ്യൻ അയാൾ പരിധി വിടുന്നത് വരെ, പരിധി വിടുവോളം അയാൾക്ക് അളവുണ്ട്. പരിധി വിട്ടാൽ അയാളും മറ്റേയാളും സമമാകും. വളരെ ഗൗരവമാണ് വിഷയം.
അതുകൊണ്ട് കാര്യം നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനി സഹോദരന്മാരെ, അടുത്ത ഹദീസ്. വഅൻഹു ഖാല ഉതിയ നബിയ്യു ബിറജുലിൻ ഖദ് ശരിബ ഖാല ഇദ്രിബൂഹു ഖാല അബൂ ഹുറൈറ ഫമിന്ന അദ്ദാരിബു ബിയദിഹി വദ്ദാരിബു ബിനഅലിഹി വദ്ദാരിബു ബിസൗബിഹി ഫലമ്മ انصرف قال بعض القوم أخزاك الله قال لا تقولوا هذا لا تعينوا عليه الشيطان റവാഹുൽ ബുഖാരി. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട മറ്റൊരു മേഖലയാണിത്. വഅൻഹു എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളിപ്പോൾ ഒന്നാം ഹദീസ് വായിച്ചത് ആരിൽ നിന്നാണ്? ഇന്ന് കേൾപ്പിച്ച ഒന്നാമത്തെ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. വഅൻഹു, അദ്ദേഹത്തിൽ നിന്ന് തന്നെ ഉദ്ധരിക്കപ്പെടുന്നു. ഖാല, മഹാനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറഞ്ഞു തരികയാണ് നമുക്ക്. എന്താണ് സംഭവം? ഉത്തിയൻ നബിയു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ കൊണ്ടുവരപ്പെട്ടു. ബി റജുലിൻ, ഒരാളെ നബി സന്നിധിയിൽ കൊണ്ടുവരപ്പെട്ടു. ഖദ് ശരിബ, അയാൾ നന്നായി മദ്യപിച്ചിട്ടുണ്ട്. അപ്പം മദ്യപിച്ച ഒരു വ്യക്തിയെ നബി തങ്ങളുടെ അടുക്കൽ കൊണ്ടുവരപ്പെട്ടു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ കാര്യം, അയാൾ മദ്യപിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പായപ്പോൾ അയാൾക്ക് ശിക്ഷ വിധിച്ചു. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഇദ്രിബൂഹു, നിങ്ങൾ അയാളെ അടിക്കുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അടിക്കാനുള്ള ഓർഡർ ഉണ്ടായി. അപ്പോൾ ഖാല അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഈ സംഭവം കണ്ട് നിൽക്കുന്ന വ്യക്തിയാണല്ലോ, അദ്ദേഹം നമുക്ക് പറഞ്ഞു തരാണ്. അദ്ദേഹം പറയണം, അങ്ങനെ റസൂലുള്ളാഹിൻ്റെ ഓർഡർ കിട്ടിയപ്പോൾ ഫമിന്നദ്ദാരിബു ബിയദിഹി, അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അദ്ദാരിബു ബിയദിഹി, തൻ്റെ കൈ കൊണ്ട് അയാളെ അടിച്ചവരുണ്ടായിരുന്നു. നബി തങ്ങളുടെ ഓർഡർ കിട്ടിയപ്പോൾ സഹാബിമാരിൽ ചിലരെ അയാൾ എന്ത് ചെയ്തു? കൈകൊണ്ട് പെരുമാറി, കൈകൊണ്ട് അടിച്ചു. വദ്ദാരിബു ബിനഅലിഹി, ചെരുപ്പ് കൊണ്ട് അടിച്ചവരും ഉണ്ടായിരുന്നു, തൻ്റെ ചെരുപ്പ് ഊരിയിട്ട് അടിച്ചവരും ഉണ്ടായിരുന്നു. വദ്ദാരിബു ബിസൗബിഹി, തൻ്റെ വസ്ത്രം കൊണ്ട് അടിച്ചവരും ഉണ്ടായിരുന്നു. അങ്ങനെ പല വിധത്തിൽ അയാൾക്ക് അടി കിട്ടി. ഫലമ്മ ഇൻസറഫ, അങ്ങനെ അയാളാണ് പിരിഞ്ഞു പോയപ്പോൾ, ആ മനുഷ്യരാണ് പോയപ്പോൾ, ഖാല ബഅദുൽ ഖൗമി, ചില ആൾക്കാർ പറഞ്ഞു അയാളോട് അഖ്സാക്കല്ലാഹ്, അയാളാണ് തിരിഞ്ഞു പോകുമ്പോൾ എന്തു പറഞ്ഞു? അഖ്സാക്കല്ലാഹ്, അള്ളാഹു നിന്നെ നിന്ദിക്കട്ടടാ, അള്ളാഹ് നിന്നെ അപമാനിക്കട്ടടാ, ഖിസി, അള്ളാഹു നിന്നെ അപമാനിക്കട്ടെ എന്ന് ആ മനുഷ്യനോട് നോക്കി പറഞ്ഞു. അപ്പം ഖാല, അള്ളാഹിൻ്റെ റസൂല് അത് പറഞ്ഞവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങനെ നിങ്ങൾ പറയാൻ പാടില്ല. ലാ തഖൂലു ഹാദാ, നിങ്ങൾ ഇത് പറയരുത്, നിങ്ങൾ പറയരുത്. ഹാദാ, ഇപ്രകാരം നിങ്ങൾ പറയരുത്. എന്താ കാരണം പറഞ്ഞത്? ലാ തുഈനു, നിങ്ങൾ സഹായിക്കരുത്, അലൈഹി, അയാളുടെ കാര്യത്തിൽ, അശ്ശൈത്താന, ശൈത്താനെ നിങ്ങൾ സഹായിക്കരുത്, അയാളുടെ മേൽ ശൈത്താനെ നിങ്ങൾ സഹായിക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സഹോദരങ്ങളെ, എന്താണ് ഇവിടുത്തെ വിഷയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സമീപത്ത് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ കൊണ്ടുവരപ്പെട്ടത് ആരെയാണ്? മദ്യം കഴിച്ച ഒരാളെയാണ്. എന്താണ് ഖംർ? മദ്യം കുടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കുല്ലുമാ ഉസ്കിറ ഫഹുവ ഖംറുൻ, ലഹരി പെടുന്ന എല്ലാം ഖംറാണ്. അൽ ഖംറു മാ ഖാമറൽ അഖ്ല, മനുഷ്യൻ്റെ ബുദ്ധിയെ മൂടുന്നതാണ് എല്ലാ രൂപത്തിലുള്ള ലഹരികളും. അതിന് എന്തിൽ നിന്ന് എടുക്കുന്നതാണെങ്കിലും ശരി, മുന്തിരിയിൽ നിന്ന് എടുത്തതാണെങ്കിലും, ഈത്തപ്പഴത്തിൽ നിന്ന് എടുത്തതാണെങ്കിലും, ഇനി ബാർലിയിൽ നിന്ന് എടുത്തതാണെങ്കിലും, ഗോതമ്പിൽ നിന്ന് എടുത്തതാണെങ്കിലും, മറ്റേതെങ്കിലും വസ്തുക്കളിൽ നിന്ന് എടുത്തതാണെങ്കിലും, ലഹരി ഉണ്ടാക്കുന്നവയൊക്കെ മദ്യമാണ്. മദ്യമാവട്ടെ കുല്ലു മുസ്കിരിൻ ഖംറുൻ വ കുല്ലു മുസ്കിരിൻ ഹറാം. വിധങ്ങൾ പറഞ്ഞതാണ്, എല്ലാ ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും ഖംറാണ്, ഖംറിൽ പെടും. വ കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരി വസ്തുക്കളും ഹറാമുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ മനുഷ്യന് ഒത്തിരി ആനന്ദവും കുറച്ച് സന്തോഷമൊക്കെ ഉണ്ടാകുന്ന നിലക്ക് അവൻ്റെ ബുദ്ധിയെ മറക്കുകയാണ് എന്ത് ചെയ്യുന്നത്? ലഹരിയിലൂടെ സംഭവിക്കുന്നത്. അവനതുകൊണ്ട് കുറച്ചൊക്കെ ആനന്ദം കിട്ടുന്നുണ്ട് എന്നാണ് അത് ഉപയോഗിക്കുന്നവൻ്റെ അവകാശവാദം. അതേ അവസരത്തിൽ
നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് മനുഷ്യൻ്റെ ബുദ്ധിയെ മറക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഓപ്പറേഷൻ്റെയൊക്കെ സമയത്ത് അനസ്തേഷ്യ കൊടുക്കുമ്പോൾ മനുഷ്യൻ്റെ ബുദ്ധി പോകുന്നുണ്ട്. അതിനവൻ കുറ്റക്കാരനാകുന്നില്ല. കാരണം അതിലൂടെ അവൻ ആനന്ദോ ആ നിലക്ക് അവൻ്റെ ആ നിലക്കുള്ള ഒരു ലഹരിയായിട്ടത് ഉപയോഗിക്കല്ല. അത് ആ ഓപ്പറേഷൻ്റെ സൗകര്യാർത്ഥം വേദന അയാൾ അറിയാതിരിക്കാനുള്ള ആ നിലക്കുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബുദ്ധി മറിഞ്ഞു പോകുന്നതൊക്കെ നിഷിദ്ധമാണെന്ന് പറയുമ്പോൾ അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട എന്നുള്ള നിലക്കാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. ശരി, അപ്പോൾ ഖംറിനെ സംബന്ധിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു 3-4 ഘട്ടങ്ങളിലൂടെയാണ് മദ്യം നിഷിദ്ധമാക്കിയത്. ആദ്യ കാലത്ത് ലഹരി ഇഷ്ടംപോലെ ഉപയോഗിച്ചിരുന്ന ഒരു ജനതയിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനാകുന്നത്. മദ്യമില്ലാതെ ജീവിക്കുവാനാവില്ലെന്ന് പാട്ടുപാടിയിരുന്ന ഒരു സമൂഹമായിരുന്നു അറേബ്യൻ ഗോത്രക്കാർ. മരിച്ചാൽ പോലും തൻ്റേതായ ഡെഡ് ബോഡി മദ്യത്തിൻ്റെ പ്രത്യേകമായ ആ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന മുന്തിരിവള്ളിയുടെ ചോട്ടിൽ കൊണ്ടുപോയി മറമാടണം, നുരുമ്പിയ എല്ലുകൾക്ക് കിട്ടട്ടെ ആ മുന്തിരിയുടെ സത്ത് എന്നൊക്കെ പാടിപ്പുകഴ്ത്തിയിരുന്ന അറബികളായിരുന്നു. മദ്യമില്ലെങ്കിൽ ജീവിക്കാനാവില്ലെന്ന് പറഞ്ഞിരുന്നവരായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നൊരു കാലുണ്ട്. പക്ഷേ ഇസ്ലാം അത് ഒറ്റയടിക്കാണ്ട് നിഷേധിച്ചില്ല, നിരോധിച്ചില്ല. ഘട്ടം ഘട്ടമായിട്ട് നിരോധിച്ചു. കാരണം സമൂഹത്തിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്നൊരു വലിയ കാര്യമാണ്. കാരണം ഒരാളെ അഡിക്റ്റായി കഴിഞ്ഞൊരു കാര്യത്തിൽ നിന്ന് ഒരാളെ മോചിപ്പിക്കണമെങ്കിൽ ഘട്ടം ഘട്ടമായിട്ടല്ലാതെ കഴിയൂല. ഇന്നും അങ്ങനെ തന്നെയാണല്ലോ. മദ്യത്തിന് അടിമയായ ഒരാളുകളെ അതിന് അഡിക്റ്റായിട്ടുള്ള ആളുകളെ അത് പ്രത്യേകമായി കൗൺസിലിംഗ് ഒക്കെ നടത്തുന്ന സെൻ്ററുകളിൽ കൊണ്ടുവന്നാൽ തന്നെ ഘട്ടം ഘട്ടമായിട്ടാണ് അതിൻ്റെ പരിവർത്തനങ്ങൾ നടത്തുന്നത്. ഒറ്റയടിക്കതാണ് പോകൂല. വളരെ പ്രയാസമുണ്ട് അതിന്. ഇസ്ലാമികമായിട്ട് നിങ്ങൾ നോക്കൂ, ഇന്നിപ്പോൾ നമുക്ക് കുറച്ചു കാലവും കുടിച്ചോട്ടെ എന്ന് ഒരാളോടും പറയാൻ കഴിയില്ല. ഇന്ന് നമുക്ക് ആ ഘട്ടം ഘട്ടമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് അത്രത്തോളം അഡിക്റ്റായിരുന്ന ഒരു സമൂഹം, ആ സമൂഹത്തെ മദ്യത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ഘട്ടം ഘട്ടമായിട്ടുള്ള നിയമങ്ങളാണ് ഇസ്ലാം കൊണ്ടുവന്നത്. വളരെ കൃത്യമായി പറഞ്ഞു. മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹു, അതുപോലെ തന്നെ പലരും അവരെ സംബന്ധിച്ചൊക്കെയുള്ള ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവരൊക്കെ നന്നായി മദ്യപിച്ചിരുന്ന ആളുകളാണ് ആദ്യ കാലഘട്ടത്തിൽ. അതൊരു നിഷിദ്ധമല്ല, അത് അനുവദനീയാണ്. എല്ലാവരും പരക്കെ കുടിക്കുന്നൊരു കാര്യമാണ്. അവിടെയും നമ്മൾ നോക്കണം, ആ ഘട്ടത്തിൽ അവർക്കിടയിൽ ജീവിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ആ ജാഹിലിയ കാലഘട്ടത്തിൽ അവിടുന്ന് നബിയാകുന്നതിൻ്റെ മുമ്പുള്ള ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും ഒരല്പം പോലും അവിടുന്ന് മദ്യം രുചിച്ചിട്ടില്ല. റഹ്മാനായ റബ്ബിൻ്റെ പ്രത്യേകമായ പ്രൊട്ടക്ഷൻ അവിടുത്തേക്ക് ചെറുപ്പകാലം തൊട്ടേ ഉണ്ടായിരുന്നു. അത് അവിടുത്തേക്ക് അള്ളാഹു നൽകിയ ഫളലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നോക്കൂ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് ആദ്യം ഇത് അനുവദനീയായിരുന്നു. കാരണം ഖുർആനികമായ സൂക്തം സൂറത്തുൻ നഹലിലെ 67-ാമത്തെ ആയത്തിൽ കാണാം, വമിൻ സമറാത്തിൻ നഖീലി വൽ അഅനാബി തത്തഖിദൂന മിൻഹു സകറൻ വരിസ്ഖൻ ഹസനാ. വമിൻ സമറാത്തിൻ നഖീലി, ഈത്തപ്പനത്തടിയുടെ ഫലങ്ങളിൽ നിന്ന്, വൽ അഅനാബി മുന്തിരികളിൽ നിന്നുമൊക്കെ, തത്തഖിദൂന അതേതാണ്, അതിൽ നിന്ന് നിങ്ങൾ സകറാ ലഹരി ഉണ്ടാക്കുന്നു, റിസ്ഖൻ ഹസന നല്ല റിസ്ഖും ഭക്ഷണപാനീയങ്ങളുമൊക്കെ നിങ്ങൾ അതിൽ നിന്ന് ഉണ്ടാക്കുന്നു എന്ന് ആദ്യകാലത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അപ്പം അന്ന് അതിനെ എതിർത്തില്ല, അത് അനുവദിക്കപ്പെട്ടൊരു കാലത്താണ്. രണ്ടാമത് വിശുദ്ധ ഖുർആൻ അതിൻ്റെ നിഷിദ്ധമായ കാര്യങ്ങളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകാൻ വേണ്ടി ആദ്യം ചെയ്തതെന്താ? ഒറ്റയടിക്കത് ഹറാമാണെന്ന് പറയാതെ അടുത്ത ചോദ്യം, യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസി വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ. സൂറത്തുൽ ബഖറ 219-ാമത്തെ സൂക്തം. അവിടെ അള്ളാഹു പറയണ്, നബിയോട് പറയണ്, മദ്യത്തെക്കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചുമൊക്കെ അവർ നിന്നോട് ചോദിക്കുന്നു നബിയെ. ഖുൽ പറഞ്ഞേക്ക്, ഫീഹിമാ അവ രണ്ടിലുമുണ്ട്, ഇസ്മുൻ കബീറുൻ വലിയ കുറ്റങ്ങളാണ് അത് രണ്ടിലും അടങ്ങിയിട്ടുള്ളത്, വ മനാഫിഉ ലിന്നാസി ജനങ്ങൾക്ക് ചില്ലറ ഉപകാരങ്ങളും അതുകൊണ്ടുണ്ട്.
ചിലക്ക് ആനന്ദം കിട്ടുന്നു എന്ന് പറയുന്നു. പിന്നെ അത് കച്ചവടമാക്കുന്നവനൊക്കെ കച്ചവടം നടക്കുന്നുണ്ട്. ചൂതാട്ടത്തിലൂടെ കുറേ ആളുകൾക്ക് ഇങ്ങനെ കുറേ ആളുകളുടെ മനസ്സ് വേദനിച്ചിട്ടാണെങ്കിലും കുറച്ച് ആൾക്കാർക്കൊക്കെ അത് കിട്ടി, കുറേ ആൾക്കാർക്കൊക്കെ അതുകൊണ്ട് ഭക്ഷണം കൊടുത്തിട്ടും അങ്ങനെ പലതും ഒക്കെ ഒരു ചൂതാട്ടത്തിൻ്റെ മുതൽ ഉപയോഗിച്ചിരുന്നല്ലോ. അപ്പം അതിലൊക്കെ ധാരാളം ഷെറുകളാണ്. എന്നാൽ ആ ഷെറിനെ അപേക്ഷിച്ച് കുറച്ച് കുറവാണ് എന്ത് അതിലടങ്ങിയ ഉപകാരങ്ങളും ഉണ്ട്. ഇസ്മുഹുമാ അവ രണ്ടിലെയും അടങ്ങിയിട്ടുള്ള പാപങ്ങളാണ് അക്ബറു മിൻ നഫ്ഇഹിമാ അവ രണ്ടിലും അടങ്ങിയിട്ടുള്ള ഉപകാരത്തേക്കാൾ. അന്നും അങ്ങനെ പറഞ്ഞു എന്നുള്ളതല്ലാതെ ഇത് നിങ്ങൾ ഇനി തീർത്തും ഒഴിവാക്കണം എന്ന നിഷിദ്ധത്തിൻ്റെ നിയമം അപ്പോഴും ഇറങ്ങിയില്ല. മൂന്നാം ഘട്ടം നോക്കൂ നിങ്ങൾ. മൂന്നാമത്തെ ഘട്ടത്തിൽ എന്തു പറഞ്ഞു? നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് മദ്യപാനികളാവരുത്, മദ്യം കുടിച്ചുകൊണ്ട് നിസ്കരിക്കാൻ പോകരുത് എന്ന് പറഞ്ഞു. യാ അയ്യുഹല്ലദീന ആമനൂ സത്യവിശ്വാസികളെ, ലാ തഖറബുസ്സലാത്ത നിങ്ങൾ നമസ്കാരത്തിന് സമീപിക്കരുത്, വ അൻതും സുകാറ നിങ്ങൾ ലഹരി ബാധിതരായ നിലക്ക്, ഹത്താ തഅലമൂ മാ തഖൂലൂന നിങ്ങൾ പറയുന്നത് നിങ്ങൾക്കറിയുന്നത് വരെ. മദ്യപിച്ച് നിസ്കരിക്കാനെന്നാ പറയണത് എന്താണെന്നറിയോ? എന്തോ വിളിച്ചു പറയില്ലയ്യ, മനസ്സിൽ തട്ടോ, മനസ്സിലാവോ? അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് പറയുന്നത് അറിയാതെ പോകും. അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കുമ്പോൾ കുടിക്കരുത്. കണ്ട, അതൊരു അടുത്ത ഘട്ടമായിരുന്നു. കാരണം 5 നേരം നിസ്കരിക്കുന്ന ഒരു വിശ്വാസിക്ക് പിന്നെ എങ്ങനെ കുടിക്കാൻ പറ്റുക? അപ്പോൾ കുടിക്കാൻ കഴിയില്ല. കാരണം ഒന്നിൻ്റെതാവുമ്പോൾ അടുത്ത സമയമായി, പിന്നെ കുടിക്കാൻ സമയമല്ല. അങ്ങനെ അതിൽ നിന്ന് കുറേശ്ശെ കണ്ടോ അവരെ അതിൽ നിന്ന്. അപ്പം നിസ്കാരത്തിൻ്റെ സമയം അല്ലാത്ത സമയത്ത് വേണമെങ്കിൽ കുടിച്ചോളിൻ എന്നായി. എന്നാൽ 4ാം ഘട്ടം നോക്കൂ, ഖണ്ഡിതമായി തന്നെ അതങ്ങ് ബാൻ ചെയ്യുകയാണ്, നിരോധിക്കുകയാണ്. അതേതാ വചനം? സൂറത്തുൽ മാഇദയിലെ 90-ാമത്തെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലിശ് ശൈത്വാനി ഫജ്തനിബൂഹ്. വിശ്വാസികളെ, തീർച്ചയായും മദ്യവും ചൂതാട്ടവും അതുപോലെ തന്നെ ബലിപീഠങ്ങളും വല്ല അസിലാമു നാട്ടക്കുറികളും അതേപോലെ തന്നെ പിന്നെ ഈ അസിലാമ് എന്ന് പറഞ്ഞാൽ ഭാഗ്യപരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന കോലുകളാണ്, അമ്പ് കോലുകളാണ്. അങ്ങനെയുള്ളവയൊക്കെ റിജ്സുൻ, അതൊക്കെ റിജ്സുൻ മാലിന്യമാണ്. മിൻ അമലി ശൈത്താൻ പൈശാചികമായ പ്രവർത്തനങ്ങളിൽപ്പെട്ട മാലിന്യമാണ്, മ്ലേച്ഛമാണ് അതൊക്കെ. അതുകൊണ്ട് ഫജ്തനിബൂ നിങ്ങൾ അതിനെ പറ്റേ വർജിക്കണം, ഇത് പറ്റ വിട്ടു നിൽക്കണം എന്ന കൽപ്പനയാണ് വന്നു. അതോടുകൂടി ജനങ്ങൾ മുഴുവനും ഇനി ഒരു തുള്ളി കുടിക്കാൻ പാടില്ല. ആ ആയത്ത് മദീനയിൽ അങ്ങോട്ട് പരസ്യപ്പെടുത്തിയതോടുകൂടി മദ്യത്തിൻ്റെ കുപ്പിയും ഗ്ലാസും കോപ്പയുമൊക്കെ വായിലേക്ക് അടുപ്പിച്ചിരുന്ന ആളുകൾ എന്ത് ചെയ്തു? വായിൽ നിന്ന് പെട്ടെന്നത് ഒഴിച്ചു മാറ്റി. ഫഹൽ അൻതും മുൻതഹൂന്ന ചോദിക്കുന്നത്, നിങ്ങൾക്കിത് അവസാനിപ്പിക്കാനായില്ലേ എന്നാണ് അതിൻ്റെ അടുത്ത വചനം. ശൈത്താൻ ഇതിലൂടെ നിങ്ങൾക്കിടയിൽ പരസ്പരം ശത്രുതയുണ്ടാക്കും. അതേപോലെയുള്ള ഒരുപാട് ഷെറുകളുണ്ട്. അതുകൊണ്ട് ഫഹൽ അൻതും മുൻതഹൂ നിങ്ങൾക്ക് അവസാനിപ്പിക്കാനായില്ലേ എന്ന ചോദ്യം മദീനയുടെ തെരുവോരങ്ങളിലൂടെ വിളിച്ച് പറഞ്ഞത് കേട്ടവർ എന്ത് ചെയ്തു? അവരുടെ കൈകളിലുള്ള മദ്യങ്ങൾ, അവർ ശേഖരിച്ചു വെച്ചിരുന്ന മദ്യങ്ങൾ, കുടിച്ചുകൊണ്ടിരുന്ന കോപ്പകൾ എല്ലാം തല്ലിത്തകർത്തു. മദീനയിലൂടെ ഷോപ്പുകളിൽ നിന്ന്, ബാറുകളിൽ നിന്ന് മദ്യത്തിൻ്റെ പുഴ ഒഴുകി എന്നാണ് പറയുന്നത്. അത്രമാത്രം അവർ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഒക്കെ ഒഴുക്കിക്കളഞ്ഞു. ഒരു പ്രതിഷേധവും ഉണ്ടായില്ല. എന്താ കാരണം? അതുവരേക്കും അവരുടെ മനസ്സിനെ പരുവപ്പെടുത്തി കൊണ്ടുവന്നു. അള്ളാഹുവിന് വേണ്ടിയാണ് ഇത് ഒഴിവാക്കേണ്ടത് എന്നവരുടെ മനസ്സിൽ ഈമാൻ ദൃഢമായി. ഈമാൻ ദൃഢമാവാതെ ആ നിലക്ക് കൃത്യമായി അവരോട് പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുവാനുള്ള ഒരു മാനസിക അവസ്ഥ അവരെത്താതെ അവരോട് പറഞ്ഞിരുന്നുവെങ്കിൽ അവരും എന്ത് ചെയ്യൂല? മദ്യം ഒഴിവാക്കൂലായിരുന്നു. പക്ഷേ ആ മദ്യം ഒഴിവാക്കണം എന്നവർക്ക് തോന്നുന്ന വിധത്തിൽ അവരുടെ മനസ്സുകൾ മാറിപ്പോയി. അത്രത്തോളം അള്ളാഹിനെ പറ്റി അവർ മനസ്സിലാക്കി. അള്ളാഹുവിൻ്റെ നോട്ടം, റബ്ബിൻ്റെ കേൾവി, റബ്ബിൻ്റെ കാഴ്ച, റബ്ബ് ശിക്ഷിക്കുമല്ലോ, റബ്ബ് അറിയുന്നുണ്ടല്ലോ, അവനെ കണ്ണുവെട്ടിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അവൻ്റെ തൃപ്തിയാണല്ലോ വലുത്, അവൻ കോപിച്ചാൽ കാലാകാലം നരകശിക്ഷയായിരിക്കുമല്ലോ എന്നൊക്കെ തുടങ്ങി റബ്ബിനോടുള്ള ആദരവും ബഹുമാനവും ഭക്തിയും ഭയവും ഒക്കെ അവരുടെ മനസ്സുകളിൽ രൂഢമൂലമായപ്പോൾ അവർ കൂടി ഈ നിയമം പറഞ്ഞപ്പോൾ അവർക്കത് നിഷ്പ്രയാസം ഒഴിവാക്കുവാൻ സാധിച്ചു. അപ്പൊ സഹോദരങ്ങളെ, അങ്ങനെയാണ് മദ്യം നിരോധിച്ചത്.
ശരി, അങ്ങനെ മദ്യം നിരോധിച്ചപ്പോൾ പിന്നെ ആ നിരോധിച്ചൊരു കാര്യം, ഹറാമായൊരു കാര്യം ഒരാൾ ചെയ്താൽ അതിന് ശിക്ഷ ഉണ്ടല്ലോ ഇസ്ലാമിൽ. അപ്പോൾ ഇതിനാണെങ്കിൽ ശിക്ഷ നിശ്ചയിക്കപ്പെട്ടിട്ടുമില്ല. ഇത്ര അടി എന്ന ഒരു ശിക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് നിർണയിക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ അള്ളാൻ്റെ റസൂൽ പറഞ്ഞു, ഇളിബൂഹു, അവനെ അടിച്ചോളി എന്ന് പറഞ്ഞു. അടിക്കാൻ വേണ്ടി ഓർഡറായി. ഇപ്പോൾ ഒരാൾക്ക് സമൂഹത്തിലൊരു മദ്യപാനിയെ കൊണ്ടുവന്നു, ആ മദ്യപാനിയെ സമൂഹത്തിന് അടിക്കാൻ ഉത്തരവാദിത്തമുണ്ടോ? അയാൾ ഉത്തരവാദിത്തം ഇല്ലെന്ന് മാത്രമല്ല, അവകാശവുമില്ല, അധികാരവുമില്ല, പാടുള്ളതുമല്ല. മറിച്ച് അതിന് അധികാരം ആർക്കാണ്? അത് ഖാളിക്ക് മാത്രമാണ്. ഖാളിയാണ് ഓർഡർ ഇടേണ്ടത്. ഒരാൾ മദ്യപിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അതിൻ്റെ ശിക്ഷ നടപ്പിലാക്കേണ്ടത്, ഇതിനൊരു നിർണിത ഹദ് ഇതിനില്ല. അതുകൊണ്ട് ഇത് തഅ്സീർ എന്നാണ് സാങ്കേതിക ഭാഷയിൽ പറയുക. അതിനുള്ള ശിക്ഷാ നടപടി, മാതൃകാപരമായിട്ട് അതിനെ ശിക്ഷിക്കപ്പെടുന്ന ശിക്ഷാരീതി എന്താണെങ്കിൽ ഖാളിക്കത് നടപ്പിൽ വരുത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യത്തിൽ എന്താണ് പറഞ്ഞത്? ഇളിബൂഹു, നിങ്ങൾ അയാളെ അടിക്കാൻ കൽപ്പിച്ചു, അടിച്ചോളിന്ന് കൽപ്പിച്ചു. അത് ഖാളിയുടെ ഓർഡർ ഉണ്ടാകുമ്പോൾ, ഖാളി ഭരണാധികാരി ഓർഡർ ഇട്ടാൽ എന്തു ചെയ്യാം? ഭരണാധികാരി കൽപ്പിക്കുന്ന ആൾക്കാർ നടപ്പിൽ വരുത്താലോ. അപ്പോൾ വധശിക്ഷ നടപ്പിലാക്കുക ഭരണാധികാരിയോ ഗവർണറോ ആരാണ് ഉത്തരവിടുന്നതെങ്കിലും നടപ്പിലാക്കുക ആരാച്ചാരൊരു വ്യക്തിയായിരിക്കൂലേ. അതേമാതിരി വ്യക്തികൾക്ക് പിന്നെ പൗരന്മാർക്ക് നിയമം കയ്യിലെടുക്കാൻ പാടില്ല, ഭരണകൂടമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർഡർ ഇട്ടപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്, അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ചില ആൾക്കാർ അയാളെ കൈകൊണ്ട് അടിച്ചു, ചിലർ ചെരുപ്പൂരി അടിച്ചു, ചിലർ പിന്നെ വസ്ത്രം കൊണ്ടടിച്ചു, അങ്ങനെയൊക്കെ അടിക്കുന്നവരുണ്ടായി. അങ്ങനെ അടിയൊക്കെ കുറച്ച് അവസാനിച്ച് കഴിഞ്ഞപ്പോൾ അയാൾ പോകാൻ നിൽക്കുമ്പോൾ ആൾക്കാർക്ക് ദേഷ്യം തീരുന്നില്ല, രോഷം തീരുന്നില്ല. കാരണം ഇങ്ങനെ നിഷിദ്ധമായൊരു കാര്യം പിന്നെ എന്തുകൊണ്ട് ഇയാൾ ചെയ്തു? അത് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ പോകുന്ന പോക്കിൽ പറഞ്ഞു, അഹ്സാക്ക് അല്ലാന്ന് ചില ആൾക്കാർ പറഞ്ഞു. ഒരാൾ പറഞ്ഞു, അഹ്സാക്ക് അല്ലാന്ന്, അന്ന അല്ലാഹു നിന്ദിക്കട്ടെ എന്ന്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടു. അവിടുന്ന് പറഞ്ഞ വാചകാണ്. അപ്പം അയാളെ നിന്ദിക്കട്ടെ എന്ന് അയാളൊരു ചീത്ത പറയലല്ലേ? അത് അയാളെ ചീത്ത പറഞ്ഞില്ലേ? ലാ തഖൂലു ഹാദാ, നിങ്ങൾ ഇങ്ങനെ പറയരുത്, അങ്ങനെ നിങ്ങൾ പറയാൻ പാടില്ല. അയാൾക്ക് അതിൻ്റെ ശിക്ഷ കിട്ടി, അയാൾ പശ്ചാത്തപിച്ചിട്ടുണ്ടാകും, അയാൾ നന്നാകാൻ പോകുന്ന മനുഷ്യനാണ്. നിങ്ങൾ അയാളൊന്നും ഇങ്ങനെ പറയരുത്. ലാ തുഈനു അലൈഹി ശൈത്താൻ, അയാളുടെ കാര്യത്തിൽ ശൈത്താനെ നിങ്ങൾ സഹായിക്കരുത്. എങ്ങനെ ശൈത്താനെ സഹായിക്കൽ? രണ്ട് വിധത്തിൽ വരും. ശൈത്താൻ മനുഷ്യനെ തെറ്റിന് വേണ്ടി പ്രേരിപ്പിക്കുന്നത് എന്തിനാ? നമ്മൾ ഈ ദുന്യാവിലും ആഖിറത്തിലും നിന്ദ്യനാവാനല്ലേ. നമ്മളോടൊരു തെറ്റ് ഭംഗിയാക്കി ശൈത്താൻ കാണിച്ചു തരുന്നത് എന്തിനാ? നമ്മൾ ഈ ലോകത്തും നാളെ പരലോകത്തും അപമാനിതനാവണം എന്നാണ് ശൈത്താൻ്റെ ആഗ്രഹം. അപ്പം ആ ആഗ്രഹത്തിന് കൂട്ടുനിൽക്കലായില്ലേ നമ്മളും കൂടി അയാൾക്കെതിരെ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ? അഹ്സാക്ക് അല്ലാ, അള്ളാഹ് നിന്നെ നിന്ദിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ശൈത്താനല്ലേ വിജയിക്കുന്നത്. രണ്ടാമത്തെ കാരണം, ഇങ്ങനെ ഒരാളോട് ഒരു തിന്മയുടെ ശിക്ഷയ്ക്ക് ഏറ്റുവാങ്ങി അയാൾ അതിൽ നിന്നൊക്കെ പശ്ചാത്തപിച്ചു മടങ്ങി നന്നാവണം എന്ന് വിചാരിച്ച് അയാൾ ജീവിക്കുമ്പോഴാണ് അയാളെ കാണുമ്പോൾ അള്ളാഹ് നിന്നെ അപമാനിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? അയാൾക്ക് ദേഷ്യം കൂടും. ദേഷ്യം കൂടിയിട്ട് അയാൾ നിർത്താൻ വിചാരിച്ച പാപം അയാൾ പിന്നെയും തുടങ്ങും. അയാളത് വീണ്ടും ആരംഭിക്കും. അയാൾ ആ തെറ്റുകൾ ഇനി വാശിപൂർവം ചെയ്യും. അപ്പോഴും ആര് വിജയിച്ചു? ശൈത്താൻ വിജയിക്കും. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ശൈത്താനെയാണ് അയാളുടെ കാര്യത്തിൽ സഹായിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ശൈത്താൻ്റെ സഹായികളാവരുത്. മറിച്ചൊരാൾ അങ്ങനെ ഒരു പാപം ചെയ്തു, അയാൾ പശ്ചാത്തപിച്ചു, അയാൾക്കതിൻ്റെ ശിക്ഷ കിട്ടി, അയാൾ പുറത്തിറങ്ങി, അയാൾ പുറത്തുകൂടെ ജീവിക്കുകയാണ്. പിന്നെ അയാളെ പഴയ കുറ്റം പറഞ്ഞ് അയാളെ നിന്ദിക്കരുത്, അയാളെ ആക്ഷേപിക്കരുത്. സമൂഹത്തിൽ കാണുന്നൊരു സ്വഭാവമാണിത്. ഒരാൾ ചിലപ്പോൾ ഒരു മോഷണക്കുറ്റം നടത്തി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മദ്യപാനമൊക്കെ നടത്തി, അയാളത് നിർത്തി, പിന്നെ അയാൾ ചികിത്സയൊക്കെ കഴിഞ്ഞ് വന്നു, അല്ലെങ്കിൽ മോഷണ തൊഴിലൊക്കെ അയാൾ അവസാനിച്ചു, ജയിലിലൊക്കെ അയാൾ കടന്നു, പിന്നെ അയാളെ കാണും, എടാ കള്ള, ഇജ് പണ്ടാ മോഷണക്കുറ്റത്തിന് ജയിലിൽ അടക്കപ്പെട്ട ആളല്ലടാ, ഇജല്ലടാ പണ്ട് കുടിച്ചിട്ട് തീ കൂടി ഇങ്ങനെ നടന്നിരുന്നത് എന്നാ മനുഷ്യനോട് പറഞ്ഞാൽ എന്തായിരിക്കും അയാളുടെ അവസ്ഥ? ശൈത്താനെ നമ്മൾ അയാളുടെ കാര്യത്തിൽ സഹായിക്കലായില്ലേ? ആ മനുഷ്യൻ വളരെ വേദനിക്കൂലേ? ശൈത്താനെ സഹായിക്കലായില്ലേ? അയാൾ തിന്മയിലേക്ക് വീണ്ടും തിരിച്ചു പോകാൻ ഈ പറഞ്ഞ നമ്മൾ കാരണക്കാരാവൂലേ? അതുകൊണ്ട് പാപം ചെയ്ത ആളുകളെ പിന്നെ അതിൻ്റെ പേരിൽ നമ്മൾ ആക്ഷേപിക്കരുത്, അയാളങ്ങനെ കുറ്റപ്പെടുത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. അത് അയാളിൽ ധിക്കാര സ്വഭാവം ഉണ്ടാക്കും. ഒരു ശൈത്താന് മാത്രമേ അതുകൊണ്ട് വിജയിക്കുള്ളൂ. അതുകൊണ്ട് വലിയ നഷ്ടമാണ് ഉണ്ടായിത്തീരുക. വളരെ ഗൗരവമാണ് സഹോദരങ്ങളെ. സമൂഹത്തിൽ എല്ലാവരും അത് ശ്രദ്ധിക്കണം.
എല്ലാവരും ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒരു പാപത്തിൽ പെട്ടുപോയ ആളെ കാണുമ്പോഴൊക്കെ അതിൻ്റെ പേരിൽ അയാളെ ആക്ഷേപിക്കരുത്. പിന്നെ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് നടന്ന സമാനമായ സംഭവം നോക്കൂ. അള്ളാഹിൻ്റെ റസൂലിൻ്റെ കാലത്ത് ദുർബലമായൊരു നിമിഷത്തിന് അടിമപ്പെട്ടുകൊണ്ട് വ്യഭിചരിച്ചു മായിസ റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി. അതേപോലെ തന്നെ ആ വ്യഭിചാരത്തിന് ഇരയായ ഒരു സഹാബ വനിത. രണ്ടാൾക്കും ശിക്ഷ നടപ്പിലാക്കി അവരെ എറിഞ്ഞു കൊല്ലാണ്. കൊന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പലരും അവരെ ചീത്ത വിളിച്ചുകൊണ്ട് എറിയാൻ തുടങ്ങി. അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞതെന്താണ്? അങ്ങനെ നിങ്ങൾ പറയരുത്. നിങ്ങളെന്താ മനസ്സിലാക്കിയത്? മദീനയിലുള്ള ഒരു 70 ആളുകൾ അവരെ പോലെയുള്ള പാപം ചെയ്തു എന്ന് നിങ്ങൾ സങ്കല്പിക്കൂ. എന്നാൽ ആ 70 ആളുകളുടെയും കൂടി പാപം പൊറുക്കാൻ മാത്രം ആ ഓരോ വ്യക്തികളും അള്ളാഹിനോട് തൗബ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയോ? അത് അള്ളാഹു അറിയിച്ചു കൊടുത്തില്ലേ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്? അങ്ങനത്തെ വിശുദ്ധ ഹൃദയരായിട്ടുള്ള ആളുകളെയാണോ നിങ്ങളിത് പറയുന്നത്? എത്ര ഗൗരവമാണ് നിങ്ങളുടെ ആ വാക്ക് എന്ന് പറഞ്ഞ് അവിടെയുള്ള അത് പറഞ്ഞിട്ടുള്ള ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗുണദോഷിച്ചില്ലേ? വളരെ ഗൗരവത്തോടെ താക്കീത് നൽകിയില്ലേ? അപ്പം പാടില്ലാത്ത സംഗതികളാണത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ ഇപ്പം എന്താണ്? പാപം ചെയ്ത ഒരാളെയാണെങ്കിൽ പോലും നമ്മളയാളെ നിന്ദിക്കുന്ന വർത്തമാനം പറഞ്ഞു. അള്ളാഹിൻ്റെ റസൂല് അതിനെ എന്ത് ചെയ്തു? അത് നിങ്ങൾ ശൈത്താനെ സഹായിക്കലായി പോകും, ഒരിക്കലും ചെയ്യരുതേ എന്നാണ് നമ്മൾ ആ കാര്യത്തെ സംബന്ധിച്ച് ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ വായിച്ച് കേട്ട ഈ 2 ഹദീസുകളും വളരെയേറെ മഹത്തായ ആശയം, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശയങ്ങളാണ് ആ ഹദീസിൽ അടങ്ങിയിട്ടുള്ളത്. നമ്മൾ വളരെ ഗൗരവത്തോടെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. ഇതേപോലെയുള്ള ഒന്നിലും പെടാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ ആ റബ്ബ് നമുക്ക് കാണിച്ചു തന്ന യഥാർത്ഥമായ പാതയിലൂടെ, സ്വഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന, മുന്നോട്ട് പോകുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അബദ്ധങ്ങളും പോരായ്മകളും അപാകതകളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.